ഹലോ, ഗുട്ടൻ ടാഗ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ജർമ്മനിൽ പറയാനാട്ടോ. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷനെ സിച്ച് ഫോർസ്റ്റിലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫോസ്റ്റിൽ എന്നുള്ളത് വെർബിൻ്റെ അർത്ഥം ടു ഇൻട്രൊഡ്യൂസ് എന്നുള്ള മീനിങ് ആട്ടോ. അപ്പം നമ്മുടെ പേര്, ഏജ്, കൺട്രി, വേർ ഡു യു ലിവ്, ലാംഗ്വേജസ്, പ്രൊഫഷൻ, ഹോബീസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നെയിമിന് നമ്മൾ എന്താ വോട്ട് ഈസ് യുവർ നെയിം അല്ലേ, അല്ലെങ്കിൽ ജർമ്മനിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യു കോൾഡ് എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ വി ഹൈസൻ സി എന്നായിരിക്കും ചോദിക്കുക. വി ഹൈസൻ സി. അതുപോലെ ഏജ് ചോദിക്കുകയാണെങ്കിൽ വി ആൾട്ട് സിന്ത് സി. ഇതെല്ലാം നമ്മൾ പൊളൈറ്റിലാണ് എഴുതി, അതുകൊണ്ടാണ് സിന്ത് സി എന്നൊക്കെ. അല്ലെങ്കിൽ എന്താ വി ആൾട്ട് ബിസ്റ്റ് ടു, അല്ലെങ്കിൽ വി ഹൈസ്റ്റ് ടു എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ വോഹ കൊമൻ സി, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ഫ്രം വേർ ആർ യു കമ്മിങ്. വോ വോണൻ സി, വേർ ഡു യു ലിവ്. അല്ല, സ്പ്രാഹ നോക്കുകയാണെങ്കിൽ വെൽഷെ സ്പ്രാഹെ സ്പ്രേഷൻ സി, വിച്ച് ലാംഗ്വേജസ് ഡു യു സ്പീക്ക് എന്ന് കേട്ടോ. വെൽഷെ സ്പ്രാഹെ സ്പ്രേഷൻ സി. അതുപോലെ ബെറൂഫ്, വാസ് സിന്ത് സി ഫോൺ ബെറൂഫ്, വാട്ട് ഡു യു ഡു ഫോർ പ്രൊഫഷൻ എന്നുള്ള മീനിങ് ആണ് വരിക. വാസ് സിന്ത് സി ഫോൺ ബെറൂഫ്, വാട്ട് ആർ യു ഫോർ പ്രൊഫഷൻ എന്ന്. അതുപോലെ ഹോബീസ്, വാസന്ത് ഇയർ എ ഹോബീസ്, അല്ലെങ്കിൽ ഒരു ഹോബി അല്ലെങ്കിൽ വാസസ്റ്റ് ഇയർ ഹോബി. ഓക്കെ, പ്ലൂറലാണ് മുകളിലത്തെ താഴത്തെ സിംഗിൾ. അതും അല്ലെങ്കിൽ വാസ് മാഹൻ സി ഇൻ ഇയർ ഫ്രൈ സൈറ്റ് എന്നും ചോദിക്കുക. അതായത് ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറ് എന്നൊക്കെ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരിക. നിങ്ങളോട് ചോദിക്കുമ്പോൾ ബിറ്റസ് സ്റ്റെലൻ സി സെഷ് ഫോർ, അല്ലെങ്കിൽ കെനൻ സി ബിറ്റസ് ഫോസ്റ്റലിൻ, കെനൻ സി ബിറ്റസ് സിഷ് എർസേലൻ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ അർത്ഥം സ്വന്തമായി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രീറ്റ് ചെയ്ത് വേണ്ട സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഗുട്ടൻ ടാഗിൽ സ്റ്റാർട്ട് ചെയ്യാം, കാരണം ഏത് ടൈം ഓഫ് ദി ഡേയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്നൊക്കെ ഒരു ഇൻ്റർവ്യൂ വരുവാണെങ്കിൽ അവിടെ ചിലപ്പോൾ രാവിലെ ആയിരിക്കാം, നമുക്കിവിടെ ചിലപ്പോൾ ഉച്ചയായിരിക്കാം, ടൈം ഡിഫറൻസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഗുട്ടൻ ടാഗ് പറഞ്ഞാൽ മതി. അപ്പോൾ ഗുട്ടൻ ടാഗ്. പിന്നെ അതുപോലെ നമുക്ക് പറയാം ഒരു ജസ്റ്റ് ഇൻട്രോ പോലെ, എന്താണ് എനിക്ക് ഇത്ര നല്ല വാല്യുബിൾ ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു, എന്തിനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിച്ചത് എന്ന് പറയുന്നതാണത്. ഫീലൻ ടാങ്ക് ഫിർ ദി വെറ്റ്ഫുള്ളിക്ക് ഹൈറ്റ് മിഷ് ഫേസ്റ്റലിൻ സു ഡ്യൂർഫെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ എന്താണ് നമ്മുടെ പേര് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ് ഹൈസെ പേര് പറയുക. പിന്നെ ഇഷ് ബിൻ നമ്പർ ജർമ്മനിൽ തന്നെ പറയണം, എത്രയാണോ വയസ്സ് ആ നമ്പർ ജർമ്മനിൽ പറഞ്ഞിട്ട് യാരെ ആൾട്ട്. ഫോർ എക്സാമ്പിൾ 27 എന്നൊക്കെ ആണെങ്കിൽ ഇഷ് ബിൻ 27 യാരെ ആൾട്ട്. ഓക്കെ, അതുപോലെ പേര് പറയുമ്പോൾ ഫുൾ നെയിം പറയാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫുൾ നെയിം വേണം നിങ്ങളവിടെ പറയാൻ. അതുപോലെ ഇഷ് കൊമ്മെ ഔസ് ഇന്ത്യൻ und wohne in കേരള. അത് നമ്മൾ രണ്ട് സെൻറ്റൻസ് ഇല്ലേ, വോഹ കോമൻ സി അതുപോലെ വോ വോണൻ സി, ആ രണ്ടിനും നമ്മൾ ഒരുമിച്ച് ആൻസർ കൊടുത്തു. അതായത് ഉണ്ടെന്ന കണക്ടർ വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ എന്താ ഇഷ് കൊമെ ഹൗസ് ഇന്ത്യൻ, ഇഷ് വോണ ഇൻ കേരള, അങ്ങനെ പറയണല്ലോ. അത് നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടെന്നുള്ള കണക്ടർ വെച്ച് യൂസ് ചെയ്യാം. ഇഷ് കൊമെ ഹൗസ് ഇന്ത്യൻ und wohne in കേരള. അതുപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇഷ് ബിൻ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ എന്ന് വരും അവിടെ. അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ഇഷ് ബിൻ ക്രാങ്കൻ ഷ്വെസ്റ്റർ ഫോൺ ബെറൂഫ്, എന്താണോ പ്രൊഫഷൻ എഴുതുക ഫോൺ ബെറൂഫ് എന്നേ പറയാം. ഓക്കെ, അല്ല meine Muttersprache ist മലയാളം, നമ്മുടെ മദർ ടങ് എന്താണെന്ന് പറയാം. meine Muttersprache ist മലയാളം. außerdem spreche ich Englisch, തമിഴ്, ഹിന്ദി und etwas അല്ലെങ്കിൽ ein bisschen Deutsch. ഓക്കെ, അപ്പോൾ meine Muttersprache ist മലയാളം എന്ന് പറയും. പിന്നെ außerdem എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ്, അതിൽ കൂടാതെ എന്നുള്ള, ഇതും കൂടാതെ എന്നുള്ള മീനിങ്. ബിസൈഡ്സ് എന്തൊക്കെയാണ്, ഇംഗ്ലീഷ് പറയും, അതിനെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. തമിഴ്, ഹിന്ദി und etwas Deutsch, കുറച്ച് ജർമ്മൻ, etwas അല്ലെങ്കിൽ ein bisschen. ഓക്കെ, അതുപോലെ മൈ ഹോബീസ് ആർ കുക്കിംഗ്, പെയിൻറ്റിങ്, സ്വിമ്മിങ്, ജോഗിങ്, ഡാൻസിങ്, റീഡിങ് ബുക്സ്, ലിസണിങ് ടു മ്യൂസിക്, വാക്കിംഗ്, വാണ്ടേൺ, അതൊക്കെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ആപ്റ്റ് ആയിട്ടുള്ള ഹോബീസ് അത് മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈനെ ഹോബീസ് സിന്ത് പ്ലൂറൽ ആണെങ്കിൽ മൈ ഹോബീസ് ആർ എന്നുള്ള മീനിങ് കേട്ടോ. മൈനെ ഹോബീസ് സിന്ത് കൊഹൻ, മാലൻ ഉണ്ട്, ഷ്വിമ്മൻ ആൻഡ് സ്വിമ്മിങ്. നമ്മൾ അവസാനം പറയുന്നതിന് മുന്നേ ഉണ്ട് ആഡ് ചെയ്യുക കേട്ടോ. ഉണ്ട് ഷ്വിമ്മൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു ഹോബി ഉള്ളെങ്കിൽ മൈൻ ഹോബി ഈസ് കൊഹൻ. ഓക്കെ, ഒരു ഹോബി ഉള്ളെങ്കിൽ ആ ഹോബി മാത്രം ഈസ്റ്റ് കൂട്ടി വേണം പറയാൻ. ഈസ്, മൈ ഹോബി ഈസ് എന്നുള്ള, മറ്റേ മൈ ഹോബീസ് ആർ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. അതിനാണ് നമ്മൾ ദസ് ഇസ്റ്റ് അല്ലസ് യുബർ മിഷ്, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് മീ. പിന്നെ ഫിലൻ ഡാങ്ക് ഫിയർ ഇയറെ aufmerksamkeit.
ഔഫ് മക്സാം കൈറ്റ്. എൻ്റെ മലയാളം ഇതിൽ ഞാൻ ട്രാൻസ്ലേഷൻ താഴെ എഴുതിയിട്ടുണ്ട്. ഔഫ് മക്സാം കൈറ്റ്. ഔഫ് മക്സാം കൈറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ cheers.